എഡ്യൂസോഫ്റ്റ് മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മൊബൈൽ ഫോണിൽ വളരെ എളുപ്പത്തിൽ മനോഹരമായ രീതിയിൽ ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ പോസ്റ്റർ തയ്യാറാക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താനാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുക. മലയാളം ടെക്സ്റ്റ് എഡിറ്റർ. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും നോക്കുക കേട്ടോ. നമ്മുടെ തംബ്നെയിലൊക്കെ ചെയ്യുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ്. ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ചില അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കാണിക്കും. താഴെയുള്ള പ്ലസ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല സൈസ് ഇവിടെ കാണിക്കും. ഏത് സൈസിലുള്ള പോസ്റ്ററാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് തിരഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സൈസ് എടുക്കുക. ദെൻ താഴെ നോക്കുക, ന്യൂ ലെയർ, ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചൂസ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ അതെങ്ങനെയായിരിക്കണം, ഇനി പല കളർ കോമ്പിനേഷനാണോ വേണ്ടത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, ഇവിടെ ഗ്രേഡിയൻറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഏതൊക്കെ കളറാണ് ഗ്രേഡിയൻറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് താഴെ തിരഞ്ഞെടുക്കാൻ സാധിക്കും. അതായത് ഏതൊക്കെ കളർ കോമ്പിനേഷനാണ് ബാക്ക്ഗ്രൗണ്ടിൽ വരേണ്ടതെന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ആ രീതിക്ക് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എടുക്കാം. ദെൻ ന്യൂ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഇമേജ് ഓപ്ഷൻ ഞാൻ എടുത്തതാണ്. ഇനി അവിടെ നിന്ന് ഞാൻ ജസ്റ്റ് ഒരു ഇമേജ്, എൻ്റെ ഗാലറിയിൽ നിന്നുള്ള ഇമേജ് ഞാൻ ആഡ് ചെയ്യുകയാണ്. ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കുന്ന ഒരു ഇമേജാണ്. ജസ്റ്റ് ആ ഇമേജ് ആഡ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഈ ഇമേജ് നമ്മുടെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് നമുക്ക് ക്രമീകരിക്കാം. ജസ്റ്റ് ജസ്റ്റ് ആ ഇമേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ഷൻ പോയിൻറ്റ്സ് കാണിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ച് നമുക്ക് ഇതിൻ്റെ സൈസ് ക്രമീകരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിത് ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മുടെ ആ ഒരു പോസ്റ്ററിൻ്റെ മുഴുവൻ സൈസിൽ തന്നെ ഈ ഇമേജ് സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, അടുത്ത ലെയർ ഇതിൻ്റെ പുറത്തേക്ക് ഫോട്ടോഷോപ്പിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അടുത്ത ലെയർ ആഡ് ചെയ്യാൻ പോകണം. അതിന് മുമ്പ് ജസ്റ്റ് ഇതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറയ്ക്കുന്നു. ഒപ്പാസിറ്റി മീൻസ് തെളിച്ചം. ഇമേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിന്നും ഒപ്പാസിറ്റി കുറയ്ക്കാവുന്നതാണ്. നെക്സ്റ്റ് ലെയർ ആയിട്ട് വീണ്ടും ആഡ് ഇമേജ് കൊടുത്തു. എൻ്റെ ഗാലറിയിൽ നിന്ന് തന്നെ നമ്മുടെ ലോഗോ, നമ്മുടെ ചാനലിൻ്റെ ലോഗോ എടുക്കുകയാണ്, എഡ്യൂസോഫ്റ്റ് മലയാളം. ഓക്കെ, ലോഗോയുടെ PNG ഇമേജാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇങ്ങോട്ട് സ്പേസ് ചെയ്തു. ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ആ ലോഗോ അത്യാവശ്യം സെറ്റായിട്ടുണ്ട്. പക്ഷേ ആ ടെക്സ്റ്റ് അത്ര ക്ലിയർ അല്ലല്ലേ. അപ്പോൾ നമുക്ക് ആ ടെക്സ്റ്റ് കളയാം. അതിനുവേണ്ടി ഇമേജ് സെലക്ട് ചെയ്യുക, ക്രോപ്പ് ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഇമേജ് സെലക്ട് ചെയ്ത് ക്രോപ്പ് ഓപ്ഷൻ ചൂസ് ചെയ്യുന്നു. ഓക്കെ, 2 ക്രോപ്പ് ഉണ്ട്, സിമ്പിൾ, അഡ്വാൻസ്ഡ്. നമുക്ക് സിമ്പിൾ മതി. സിമ്പിൾ എടുക്കുന്നു, ജസ്റ്റ് ക്രോപ്പ് ചെയ്ത് കളയുന്നു. നമുക്കറിയാം, ക്രോപ്പ് ചെയ്യാൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. ക്രോപ്പ് ചെയ്ത് കളയുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ലോഗോ റെഡിയാണ്. ഇനി നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് വീണ്ടും ന്യൂ ലെയർ ഓപ്ഷൻ എടുക്കുന്നു. നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ന്യൂ ലെയർ. ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നു. ടെക്സ്റ്റ് എടുത്തതിന് ശേഷം ടൈപ്പ് ചെയ്യുവാണ് എഡ്യൂസോഫ്റ്റ്. ഓക്കെ, എഡ്യൂസോഫ്റ്റ് എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ 2 ടെക്സ്റ്റ് നമുക്ക് വേണം, എഡ്യൂസോഫ്റ്റ് ആൻഡ് മലയാളം. അത് ഒറ്റ വാക്കിൽ കൊടുക്കുന്നില്ല, 2 കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് 2 കൊടുക്കുന്നത് എന്നുള്ളത് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ എഡ്യൂസോഫ്റ്റ് കൊടുത്തു. അടുത്തതായിട്ട് മലയാളം. അപ്പോൾ 2 ലെയറായിട്ട് എഡ്യൂസോഫ്റ്റും മലയാളവും കൊടുത്തു. അത് എന്തിനാണ് 2 കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2ൻ്റെയും കളർ വേരി ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, ദെൻ അത് സെലക്ട് ചെയ്തതിന് ശേഷം കളർ ഓപ്ഷൻ എടുത്തു. ഇവിടെ നമുക്ക് പല കളറുകളുണ്ട്, അവിടെ നിന്ന് തിരഞ്ഞെടുക്കാം. ഇനി അതല്ല എങ്കിൽ ഏറ്റവും അടിയിൽ പിക്ക് ഫ്രം എഡിറ്റർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. പിക്ക് ഫ്രം എഡിറ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എഡിറ്ററിൽ നിന്നും കളർ പിക്ക് ചെയ്യുക. ഇപ്പോൾ ആ ലോഗോയിൽ നിന്നുള്ള കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നോക്കുക, ബ്ലൂ കളർ കിട്ടി. വളരെ നമുക്ക് ഫോട്ടോഷോപ്പിലൊക്കെ ഉള്ളൊരു ഫീച്ചറാണ്, അത് ഈ ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കാര്യം ശ്രദ്ധിക്കുക, വീഡിയോ കാണുമ്പോൾ ഫുൾ സ്ക്രീൻ ഇട്ട് കാണാൻ ശ്രദ്ധിക്കുക. എങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഓപ്ഷനും കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. അതുപോലെ മലയാളം, അതിൻ്റെയും കളർ ഞാൻ ചേഞ്ച് ചെയ്തു. ലോഗോയിൽ നിന്ന് തന്നെ കളർ എടുത്തു. അപ്പോൾ നമുക്ക് ആ ലോഗോയ്ക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ എഡ്യൂസോഫ്റ്റ് മലയാളം എന്ന് എഴുതാനായിട്ട് സാധിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ സൈസൊക്കെ ക്രമീകരിക്കാം. നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് അതിൻ്റെ വലിപ്പം ക്രമീകരിക്കാം. ജസ്റ്റ് അതിൻ്റെ സെലക്ഷൻ പോയിൻറ്റ്സ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ സൈസ് ക്രമീകരിക്കാം. അല്ലാതെ തന്നെ നമുക്ക് സൈസ് എന്നൊരു ഓപ്ഷൻ കൂടിയുണ്ട്. ഇനി ഫോണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഫോണ്ട് എടുക്കുക. ഇഷ്ടമുള്ള ഫോണ്ടുകളുണ്ട്, ഒരുപാട് ഫോണ്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ. ഒരുപാട് വെറൈറ്റി ഓഫ് ഫോൺസ് അവൈലബിൾ ആണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫോണ്ട്, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫോണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, സൈസ് ക്രമീകരിച്ചു. സൈസ് അവിടെ നമുക്ക് മാനുവലി ഈ സെലക്ഷൻ പോയിൻറ്റ്സ് ഡ്രാഗ് ചെയ്തും സൈസ് കുറയ്ക്കാം. ഇനി അല്ല, ആ ഒരു ലെയറിൽ സെലക്ട് ചെയ്തുകൊണ്ട് സൈസ് ഓപ്ഷനും വെച്ചും നമുക്ക് സൈസ് ക്രമീകരിക്കാവുന്നതാണ്. ഓക്കെ, ഇനി വീണ്ടും നമുക്ക് അടുത്തൊരു ലെയർ ആഡ് ചെയ്യാൻ പോവുകയാണ്. ന്യൂ ലെയർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ന്യൂ ലെയർ സെലക്ട് ചെയ്ത് വീണ്ടും ഒരു ഇമേജ് തന്നെ എടുക്കുകയാണ്. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഇമേജാണ്, ജസ്റ്റ് ഒരു റിബണിൻ്റെ ഇമേജ്. ഓക്കെ, ആ ഇമേജ് നമ്മൾ കൊടുത്തു. റിബണിൻ്റെ ഇമേജ് നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, വീണ്ടും ഞാൻ അടുത്തൊരു ഇമേജ് ആഡ് ചെയ്യുന്നു. ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യുകയാണ്. 1K. ഓക്കെ, 1K അല്ലേ, നമുക്ക് 1K സബ്സ്ക്രൈബർ എന്നാണ് ഉദ്ദേശിക്കുക കേട്ടോ. 1K എന്ന് പറയുന്നൊരു ടെക്സ്റ്റ് ആഡ് ചെയ്തു. ഓക്കെ, ആ ടെക്സ്റ്റ് ആഡ് ചെയ്തു. അതിൻ്റെ ഫോണ്ട് നമ്മൾ ചേഞ്ച് ചെയ്തു, കളർ ചേഞ്ച് ചെയ്തു. ടെക്സ്റ്റ് ആഡ് ചെയ്തു, ഫോണ്ട് ചേഞ്ച് ചെയ്തു, കളർ ചേഞ്ച് ചെയ്തു. റെഡ് കളറാണ് ചൂസ് ചെയ്തത്. ഇനി ആ ടെക്സ്റ്റിൻ്റെ ഓപ്ഷനകത്ത് നമുക്ക് അവിടെ ടെക്സ്റ്റ് മോർ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഓപ്ഷൻസിലൂടെ മോർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അവിടെ നമുക്ക് ടെക്സ്റ്റ് ഫ്ലോ, ഓക്കെ, സ്ട്രോക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സ്ട്രോക്ക് കൊടുക്കാം. നമുക്ക് ഒരു ബ്ലാക്ക് ലേ ഔട്ട് ആ ടെക്സ്റ്റിന് പുറത്ത് വരുന്നുണ്ട് അല്ലേ. സ്ട്രോക്കിൻ്റെ കളറും ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് വൈറ്റ് കളർ ഞാനിപ്പോൾ ചൂസ് ചെയ്തു. നമുക്ക് വൈറ്റ് കളർ കൊടുത്തു. സ്ട്രോക്കിൻ്റെ എമൗണ്ട് എന്തുമാത്രം വിട്ട് വേണം എന്നൊക്കെയുള്ളത് നമുക്ക് ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ സ്ട്രോക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി വീണ്ടും ഞാനൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യുകയാണ്. സബ്സ്ക്രൈബേഴ്സ്, 1K സബ്സ്ക്രൈബേഴ്സ് എന്നാണ് ഉദ്ദേശിക്കുക കേട്ടോ.
ഓക്കെ, 1K സബ്സ്ക്രൈബേഴ്സ്. ഇനി അതിൻ്റെ ഈ ഫോണ്ട് ചേഞ്ച് ചെയ്യുവാണ്. നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് എടുക്കാം. ഇനി ഞാൻ പറഞ്ഞു നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഫോണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കാം. ഒരുപാട് ഫോണ്ട് അവൈലബിൾ ആണ്, പ്രത്യേകിച്ച് മലയാളത്തിലും ഇംഗ്ലീഷിലും. മലയാളത്തിൽ ഇതുപോലെ ഫോണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്ന വേറൊരു ആപ്ലിക്കേഷൻ ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഒരുപാട് മലയാളം ഫോണ്ടുകൾ നമുക്ക് വെറൈറ്റി ഓഫ് ഫോൺസ് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അതിൻ്റെ കളർ ഞാൻ ചേഞ്ച് ചെയ്യുമ്പോൾ റെഡും ഒരു ഗോൾഡൻ കളർ മാച്ച് ആയിരിക്കും അല്ലേ, അതുകൊണ്ട് ഗോൾഡൻ കളറിൽ സബ്സ്ക്രൈബേഴ്സ് നേടി. ഓക്കെ, അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ എഡ്യൂസോഫ്റ്റ് മലയാളം 1K സബ്സ്ക്രൈബേഴ്സിന് കൊടുത്തു. ഓക്കെ, ഇതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യുവാണ്. കറക്റ്റ് ആ ഒരു പേജിൻ്റെ സൈസിലിരിക്കാൻ വേണ്ടി ഈ ലെയറുകളൊക്കെ നമുക്ക് എങ്ങോട്ട് കൊണ്ടെടുത്ത് മൂവ് ചെയ്യാം. ജസ്റ്റ് ടാപ്പ് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ നമുക്കിത് എങ്ങോട്ട് കൊണ്ടെടുത്ത് വെക്കാൻ സാധിക്കും, പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് കയറ്റുകയാണ് കേട്ടോ, ആ സ്പേസ് ഒന്ന് ഫുൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, ഇത് ലെയറുകളാണ്, സോ നമുക്ക് എങ്ങോട്ട് കൊണ്ട് മൂവ് ചെയ്യാൻ സാധിക്കും. സേവ് ചെയ്ത് കഴിഞ്ഞാലും പിന്നീട് എഡിറ്റ് ഓപ്ഷൻ കൂടി ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് എല്ലാം മുകളിലേക്ക് കയറ്റി ഒന്ന് അറേഞ്ച് ചെയ്യുന്നു. സൈസൊക്കെ നമുക്ക് ക്രമീകരിക്കാം, ഇഷ്ടമനുസരിച്ച് സൈസുകൾ ക്രമീകരിക്കാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എല്ലാ ഓപ്ഷൻസും ഇപ്പോൾ പറയാൻ പോയി കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ മതിയാവില്ല, അതുകൊണ്ട് ചുരുക്കിയാണ് പറയുന്നത്. ബേസിക്കലി ഒരു പോസ്റ്റ് എങ്ങനെ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറയുക. അപ്പോൾ ഇതിനിടയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കൂടുതൽ നല്ല വീഡിയോകൾ, നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീണ്ടും ഞാൻ അടുത്തൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യുവാണ്. മലയാളത്തിലാണ്. ഇവിടെ ലാംഗ്വേജ് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ടെക്സ്റ്റ് ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ മലയാളം, ഇംഗ്ലീഷ് മുകളിലുണ്ട്. അവിടെ നിന്ന് ഞാൻ മലയാളം സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മുടെ മംഗ്ലീഷ് കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുവരെ പിന്തുണച്ച എല്ലാവർക്കും നന്ദി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അതൊരു ടെക്സ്റ്റ് ആയിട്ട് എടുക്കുകയാണ്. ഇതുവരെ പിന്തുണച്ച എല്ലാവർക്കും അവിടെ ഒരു ടെക്സ്റ്റ് ആയിട്ട് എടുക്കുന്നു. ദെൻ അത് നമ്മൾ യെല്ലോയിഷ് കളറാണ് വന്നിരിക്കുന്നത്. ബൈ ഡിഫോൾട്ട് വന്നതാണ്. നമുക്ക് ആ കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, ഫോണ്ട് ചേഞ്ച് ചെയ്യാം. ഓക്കെ, മലയാളത്തിൽ വെറൈറ്റി ഓഫ് ഫോണ്ട്, ഒരുപാട് ഫോണ്ടുണ്ട് കേട്ടോ. നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഒരുപാട് ഫോണ്ടുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. ബൈ ഡിഫോൾട്ടായിട്ട് ഇൻബിൽറ്റായിട്ട് ഒത്തിരി ഫോണ്ടുകൾ നമുക്കുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോണ്ട് ഞാൻ ജസ്റ്റ് അങ്ങ് സെലക്ട് ചെയ്യുന്നു. ഇതുവരെ പിന്തുണച്ച എല്ലാവർക്കും എന്ന് എഴുതി. ഇനി നന്ദിയുണ്ട് കേട്ടോ, നന്ദി കൂടി വരുന്നുണ്ട്. അത് മറ്റൊരു ലെയറായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയാണ്, കാരണം എൻ്റെ ഫോണ്ടൊക്കെ ഒന്ന് മാറ്റി സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചിരിക്കുക. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത ടെക്സ്റ്റായിട്ട് നന്ദി എന്ന് ആഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ലെയറായിട്ട് നന്ദി ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ഫോണ്ട് മാറ്റി മറ്റൊരു കളറിൽ കൊടുക്കാൻ വേണ്ടിയാണ് ചെയ്തത്. ജസ്റ്റ് അതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യുകയാണ്. ഓക്കെ, ഏതൊരു ലെയറും നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്ഷൻസ് കാണിക്കും. അവിടെ ഫോണ്ടുണ്ട്, കളറുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാം. ജസ്റ്റ് ഫോണ്ട് മാറ്റി ഇനി അതിന് വൈറ്റ് കളർ കൊടുക്കുകയാണ്. ഒന്ന് എടുത്ത് നിൽക്കാൻ വേണ്ടിയാണ്. ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് കളർ ചേരും. ഓക്കെ, അത് നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് അതെങ്ങനെ വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം. ജസ്റ്റ് അവിടെ വൈറ്റ് കളർ കൊടുത്തു. ഇനി നമുക്കവിടെ ടെക്സ്റ്റ് ഫ്ലോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതെടുത്ത് കഴിഞ്ഞാൽ ലൈൻ സ്പേസ്, ലെറ്റർ സ്പേസ്, കർവ് എന്ന് വെച്ചാൽ വളയ്ക്കണമെങ്കിൽ ടെക്സ്റ്റ് നമുക്ക് വളച്ചൊക്കെ എഴുതാനായിട്ട് സാധിക്കും. നോക്കുക കണ്ടോ, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അതൊക്കെ ചെയ്ത് നോക്കുക. ഞാൻ സ്ട്രേറ്റ് തന്നെ എഴുതുക. ജസ്റ്റ് എൻ്റെ ലൈൻസ് ലെറ്റർ സ്പേസ് ഒന്ന് കൂട്ടി കൊടുത്താണ്. ഓക്കെ, ഫോണ്ട് വലിയ ഫോണ്ട് ആയതുകൊണ്ട് അക്ഷരങ്ങൾ തമ്മിലുള്ള അകലം ജസ്റ്റ് ഒന്ന് കൂട്ടിക്കൊടുത്തു. ഓക്കെ, അത് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഉള്ളൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ ന്യൂ ലെയർ എടുത്തു കഴിഞ്ഞാൽ ക്ലിപ്പ് ആർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ക്ലിപ്പ് ആർട്ട്, ഒരുപാട് PNG ഇമേജുകൾ, പല വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഇമേജുകൾ ഓൾറെഡി ഈ ആപ്പിനകത്തുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ന്യൂ ലെയർ എടുക്കുക, ക്ലിപ്പ് ആർട്ട് ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള, നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ക്ലിപ്പ് ആർട്ട് കേട്ടോ, ആ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ക്ലിപ്പ് ആർട്ട് എടുക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ കോട്ട്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കോട്ട്സ് കിട്ടും പല വിഷയങ്ങളെക്കുറിച്ച്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ക്ലിപ്പ് ആർട്ടിലേക്ക് പോകാം. ക്ലിപ്പ് ആർട്സിൽ നോക്കുക, രാഷ്ട്രീയ പാർട്ടികൾ ഏതുണ്ട്, അതുപോലെ നമ്മുടെ കേരളം, ഏപ്രിൽ പൂള്, ബർത്ത്ഡേ, എർത്ത് ഡേ, ISL, അങ്ങനെ ഒരുപാട് ഫീൽഡുകൾ, വിഷയങ്ങളെക്കുറിച്ചുള്ള ക്ലിപ്പ് ആർട്ടുകൾ എന്ന് വെച്ചാൽ PNG ഇമേജുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. നോക്കുക, അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ആ സമയത്ത് ഉപയോഗിക്കണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓൾറെഡി ഞാനിവിടെ ലവ് എന്ന് പറയുന്ന ഒരു ക്ലിപ്പായിട്ട് ഒരു പാക്കേജ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തെടുക്കുകയാണ്, ലവ് എന്ന് പറഞ്ഞെടുക്കുകയാണ്. അതാണ് ഇപ്പോൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒരുപാടെണ്ണം ഉണ്ട്. എല്ലാം ഒന്നും ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല, കാരണം നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഓരോന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊന്നൊരു ഇമേജ് നമ്മൾ എടുക്കുക. നമുക്ക് ആവശ്യമുള്ളൊരു ഇമേജ് ജസ്റ്റ് സെലക്ട് ചെയ്തു, ഒരു ക്ലിപ്പായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഒരുപാട് ക്ലിപ്പാർട്സ് ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. സത്യം പറഞ്ഞാൽ അധികം ഇമേജൊന്നും ഇൻ്റർനെറ്റിൽ നിന്ന് എടുക്കാതെ തന്നെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് പോസ്റ്റർ ചെയ്യാം. യൂസിങ് ദിസ് ക്ലിപ്പാർട്ട്, ഈ ക്ലിപ്പാർട്ട് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ജസ്റ്റ് ഒരു ലവ് സിമ്പിൾ നമ്മൾ എല്ലാവർക്കും നന്ദി, ഇപ്പം സ്നേഹത്തോടെയുള്ള നന്ദിയാണ്, അതുകൊണ്ട് ഒരു സിമ്പിൾ കൂടി ജസ്റ്റ് നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ സൈസ് നമുക്ക് ഇഷ്ടമനുസരിച്ച് ക്രമീകരിച്ച് കൊടുക്കാവുന്നതാണ്. നോക്കാം, എഡ്യൂസോഫ്റ്റ് മലയാളം 1K സബ്സ്ക്രൈബേഴ്സ്, ഇതുവരെ പിന്തുണച്ച എല്ലാവർക്കും നന്ദി. ഓക്കെ, അപ്പോൾ നമ്മുടെ പോസ്റ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സേവ് ഓപ്ഷൻ എടുക്കുക. സേവ് ഇമേജ്, ഹൈ റെസൊല്യൂഷൻ ഇമേജ്, പല രീതിയിൽ സേവ് ചെയ്യാൻ സാധിക്കും. ജിഫ് ഇമേജ് ആയിട്ടും സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനപ്പോൾ ഇത് ഹൈ റെസൊല്യൂഷൻ ഇമേജ് ആയിട്ട് സേവ് ചെയ്തു.
ഇനി ഇവിടെ ഷെയർ ഓപ്ഷൻ ഉണ്ട്. ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വരാൻ പോകുന്നത്. ഷെയർ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്കവിടെ പല ഓപ്ഷൻസിൽ ഷെയർ ചെയ്യാൻ സാധിക്കും. ഷെയർ കൊടുക്കുന്നു, ജസ്റ്റ് ഇമേജ് ആയിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കും, എഡിറ്റബിൾ ടെംപ്ലേറ്റ് ആയിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കും, PDF ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ പല രീതിയിൽ ഷെയർ ചെയ്യാൻ സാധിക്കും എന്നതിൻ്റെ പ്രത്യേകത. ഈ എഡിറ്റബിൾ ടെംപ്ലേറ്റ് ആയിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത, നമ്മളിത് വാട്സപ്പിൽ കൂടി ആൾക്ക് അയച്ചു കൊടുത്തു, അവർക്ക് ഈ ഒരു ആപ്പ് അവരുടെ ഫോണിലുണ്ടെങ്കിൽ ഈ ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അത് അധികം ആപ്പുകളൊന്നും തരാത്തൊരു ഫീച്ചറാണത്. ഓക്കെ, അങ്ങനെ നമുക്ക് ഒരു ഓപ്ഷൻ കൂടി നമ്മുടെ മലയാളം ടെക്സ്റ്റ് എഡിറ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. അപ്പോൾ ഈ ആപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പരസ്പരം ഷെയർ ചെയ്തൊക്കെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു കാര്യം പറയുക, നമ്മുടെ പോസ്റ്റർ 1K സബ്സ്ക്രൈബേഴ്സ് ഇതുവരെ പിന്തുണച്ച എല്ലാവർക്കും നന്ദി. അപ്പോൾ ആ ഒരു കാര്യം കൂടി പറയുവാണ്, നമ്മുടെ എഡ്യൂസോഫ്റ്റ് മലയാളം എന്ന യൂട്യൂബ് ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ്. ഇതുവരെ പിന്തുണച്ച എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു. ഇനിയും നിങ്ങളുടെ പിന്തുണയുണ്ടാവണം. അതുപോലെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകളുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒരു കമൻറ്റ് തരിക. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇനിയും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.